അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ? നിങ്ങളെ നാട്ടിൽ മഴയുണ്ടാ? നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ടുള്ള മഴ 2 ദിവസമായി നമുക്ക് മഴ പിടിച്ചിട്ട്, ഇങ്ങനെ തോരാതെയുള്ള മഴയായിട്ട് മക്കളെ മദ്രസയിൽ വിടാൻ പറ്റുന്നില്ല, സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. പിന്നെ അതൊന്നും പറയാനല്ല ഞാൻ ഇന്ന് വന്നത് കേട്ടാ. ഇന്ന് നിങ്ങളോട് കുറച്ച് കാര്യം പറയാണ്. ഇന്നൊരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്, ലഹരി വിരുദ്ധ ദിനം. ഇന്ന് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ലഹരി ഉപയോഗിക്കണം. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ ജീവിതം നശിക്കാൻ കാരണം ലഹരി. അത് പലതരത്തിലുള്ള ലഹരികളുണ്ട്. അതങ്ങനെയാണ്. ചിലർ കള്ളിൻ്റെ അടിമയായിരിക്കും, ചിലപ്പോൾ സിഗരറ്റ്, ചിലവരെന്തിനാണ് ചുണ്ടിൻ്റെ അടിയിൽ വെക്കണത്. ഈ ചുണ്ടിൻ്റെ അടിയിലൊക്കെ വെക്കുന്ന സാധനം ഞാൻ കാണുന്നത് തന്നെ എൻ്റെ ഭർത്താവ് വരുന്ന ആളിലാണ് ആദ്യം കാണുന്നത്. എൻ്റെ പേര് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ നമ്മളൊരു ജീവിതത്തിലോട്ട് പോകുമ്പോൾ മറച്ചു വെച്ചിട്ടൊരു പെണ്ണിനെയും വിവാഹം കഴിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. എന്നാലും നമ്മളെയൊക്കെ പോലുള്ള അവസ്ഥകളാവും. കഷ്ടപ്പെട്ട് ഉമ്മായും പാപ്പായും 10-18 വയസ്സ് വരെ മക്കളെ വളർത്തും. നിങ്ങൾ ചിലപ്പോൾ മറച്ചു വെച്ചിട്ട് നടത്തും കല്യാണമൊക്കെ. പിന്നെ ഒരുമിച്ച് ജീവിക്കുമ്പോഴേ ആണ് നമ്മൾ ഓരോന്നറിഞ്ഞ് സ്വരച്ചേർച്ചയില്ലായ്മ. നമ്മൾ ഏറ്റവും ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന എന്തിനാണ്? കള്ളുകൂടിയില്ലാത്ത നല്ല സ്വഭാവമുള്ളൊരു വ്യക്തി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലർ വിവാഹം കഴിയുമ്പോൾ മാറുന്നവരുണ്ട്, ഇല്ല എന്ന് പറയണില്ല. ചിലപ്പോൾ ഭാര്യയെ കാണാതെ ഒളിച്ചുപയോഗിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾ കള്ളം പറഞ്ഞ്, അതായത് ഒരു കാരണത്തിൽ കള്ളം പറഞ്ഞിട്ട് വിവാഹം കഴിക്കരുത്. കഴിച്ചാൽ ആ ജീവിതം മുന്നോട്ട് പോകില്ല. ചിലപ്പോൾ ആ പെണ്ണ് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, എനിക്കൊരാഗ്രഹമുള്ളായിരുന്നു എൻ്റെ ഭർത്താവ് കുടിയനല്ലാതിരിക്കണം. പക്ഷേ ജീവിതമേ ഇങ്ങനെ പോയി, പോട്ടെ. പക്ഷേ ഇനിയെങ്കിലുമുള്ള ഒരു തലമുറ എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പുകയില വിരുദ്ധ ദിനം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിതിനെതിരെ. പക്ഷേ കുട്ടികളെ വീട്ടുകാരും കൂടെ കുറച്ചൊക്കെ ശ്രദ്ധിച്ച് അവരെന്ത് ചെയ്യുന്നു എന്ന്, നമ്മുടെ മക്കളുടെ ഫോൺ ഉപയോഗം, അവർക്ക് നമ്മളെക്കാട്ടിയും കുറേ കാര്യങ്ങൾ അറിയാം. എന്താണ് ലഹരി എന്താണെന്നും എങ്ങനെയാണെന്നും അവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും. ചിലർ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ ചിലപ്പം വീട്ടിൽ അച്ഛനോ വാപ്പയോ ഒക്കെ ഉപയോഗിക്കുക. അപ്പം പറയും വാപ്പ ഉപയോഗിക്കുന്നില്ലേ, നമുക്ക് എന്താ ഉപയോഗിച്ചാൽ. അപ്പം നമ്മളെ മുമ്പേന്നും നമുക്കൊരു ഉത്തരം കിട്ടില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്തിനാണ് മാതൃകയാവേണ്ടിയുള്ളത്? രക്ഷകർത്താക്കളാണ് മക്കളെ മുമ്പിൽ. നിങ്ങൾ മക്കളുടെ മുമ്പിൽ നന്നായിട്ട് ജീവിക്കുക. കാരണം എന്താണ്? എന്നാലേ ആ മക്കൾ നല്ലത് കണ്ടിട്ട് കേട്ടിട്ട് നമ്മൾ വേണം നമ്മളെ മക്കളെ ചേർത്ത് വയ്ക്കുക. അല്ലാതെ അവൻ്റെ മുമ്പ് കുടിച്ചിട്ട് ചട്ടിയും കലം അടിച്ച് പൊട്ടിപ്പോവും. അതേപോലെയൊക്കെ അനുഭവിച്ച തന്നെ മക്കളുണ്ട്. അൽഹംദുലില്ലാ ഇപ്പം നന്നായിട്ട്. അതുകൊണ്ട് അവർക്ക് ഈ സിഗരറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വെറുപ്പാണ് മോൾക്കേ. ഇനി മറ്റേത് പൊടി 2 മക്കളാണ്, അതുകൊണ്ട് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഇപ്പം മരുന്നുകളൊക്കെ ഉണ്ട്, ആയുർവേദമൊക്കെ, നിർത്താൻ പറ്റുന്നവർ നിർത്തുക. കാരണം നമ്മളെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക. മക്കൾ ഒന്നിൻ്റെയും പേരിൽ മക്കൾ അനാഥരായി പോവരുത്. വാപ്പയില്ല, അച്ഛനില്ല, എൻ്റെ അച്ഛനെ മാത്രം അങ്ങനെ വൃത്തിയില്ലാതെ. കുടിയന്മാരൊരിക്കലും നല്ല വൃത്തിയിൽ നടക്കൂല. എന്ന് വെച്ചാൽ അവരെ എപ്പോഴും സ്മെല്ലായിരിക്കും. അത് നമുക്ക് പുറത്തുള്ളവർക്ക് അറിയത്തുള്ളൂ, സ്വന്തം ശരീരത്തിൻ്റെ സ്മെല്ല് അവരവർക്ക് അറിയത്തില്ല. അപ്പം നിങ്ങളൊന്ന് വിചാരിക്കുക, നിങ്ങൾ വിചാരിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. നമ്മുടെയൊക്കെ പോലുള്ള ജീവിതങ്ങൾ, നിങ്ങളെയൊക്കെ പോലുള്ള മക്കള്, നമ്മളെയൊക്കെ പോലുള്ള ഈ കുഞ്ഞു മക്കൾക്ക് നാളെ ചിലപ്പോൾ ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങൾ നന്നായാലേ നല്ലതാവും. അതുപോലെ തന്നെ ഈ സിഗരറ്റ് വിൽപ്പന ഇതൊക്കെ ബാക്കിയുള്ള എല്ലാം ഗവൺമെൻറ് ഇതാക്കുന്നുണ്ട്. കള്ളുകൂടി നിർത്തുമെന്ന് പറഞ്ഞു, നിർത്തിയില്ല, അതിൻ്റെ ഇരട്ടി തുറന്ന്. എന്തിനാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ കുടിക്കാണ്ട്, പ്രത്യേകിച്ച് ഇസ്ലാമിൽ നിൽക്കുന്നവർ കുടിക്കാണ്ട് നന്നായിട്ട് നിൽക്കുക. കാരണം എന്ന് വെച്ചാൽ എന്താണ്, നമ്മളെ മക്കളെ സന്തോഷത്തിനും, നമ്മളെ സന്തോഷത്തിനല്ല, നമ്മുടെ മക്കളെ സന്തോഷത്തിനും ഭാര്യയുടെ സന്തോഷത്തിനും വിലക്കുക. റബ്ബ് അതിനൊരു വഴി തരും. അപ്പം ഇത്രയെന്ന് പറയാനുള്ളു. ലഹരി ഉപയോഗം നിർത്തുക. അപ്പോൾ കുടുംബജീവിതം അള്ളാഹു ഹൈറാക്കി തരും. എല്ലാവരുടെ ജീവിതവും ഹൈറാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.